ഹായ് എവരി വൺ. മെയ് 3 നടക്കാനിരിക്കുന്ന നീറ്റ് 2026 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ഹിയർ ഈസ് ദ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ദാറ്റ് യു നീഡ് ടു നോ ഫോർ ദ ഡോക്യുമെൻറ്റ് അപ്ലോഡിംഗ്, റൈറ്റ്? സോ ഫസ്റ്റ് വൺ, നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോട്ടോസാണ്. രണ്ട് ടൈപ്പ് ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 10 മുതൽ 200 KB വരെ ആയിരിക്കും അക്സെപ്റ്റബിൾ. പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ 4x6 ആയിരിക്കും. രണ്ട് ഫോട്ടോയും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് 80% ക്ലിയർ ആയിരിക്കണം. അതാണ് ഫോട്ടോയെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വൈറ്റ് പേപ്പർ എടുത്ത് ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 30 KB വരെ ആയിരിക്കും ആക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രണ്ട് കൈയിൻ്റെയും എല്ലാ വിരലിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, റൈറ്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 മുതൽ 200 KB വരെ ആയിരിക്കും, റൈറ്റ്? നെക്സ്റ്റ് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള രേഖകളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ആ രേഖകളെല്ലാം PDF ഫോർമാറ്റിൽ 50 മുതൽ 300 KB വരെ അക്സെപ്റ്റബിൾ ലിമിറ്റാണ്, അല്ലെങ്കിൽ റിജക്ഷൻ ചാൻസുകൾ കൂടുതലായിരിക്കും, റൈറ്റ്? അതിൽ ഫസ്റ്റ് ഇനി ആവശ്യമായിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്, അതിനുശേഷം ആവശ്യമായിട്ടുള്ള രേഖകൾ PDF ഫോർമാറ്റിലാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതിലാവശ്യമായിട്ടുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്, ദാറ്റ് ഈസ് ഇഫ് അപ്ലിക്കബിൾ. പിന്നെ നിങ്ങൾ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ PWD സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ID പ്രൂഫാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് യൂസ് ചെയ്യാം. പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഷോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, റൈറ്റ്? പിന്നെ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ മൊബൈൽ നമ്പറോ ഇമെയിൽ ID ആണ് നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OTP നിങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ വേറെ ആളുകളെ നമ്പർ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇറ്റ് വിൽ ബി ലീഡിങ് ടു കോംപ്ലിക്കേഷൻസ്, റൈറ്റ്? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. അപ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും അതിൻ്റെ കറക്റ്റ് സൈസിലും അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാമിനേഷൻ. ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ബി ദ പ്രോബ്ലം സോൾവർ.